ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്താണ് എല്ലാവരുടെയും വിശേഷം? അൽഹംദുലില്ലാ, ഞാൻ സുഖമായിട്ടിരിക്കുന്നു. നിങ്ങൾ സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവരോടും ആദ്യമായിട്ട് തന്നെ ഈദ് മുബാറക്ക് പറയുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇന്നലത്തെ ഈദിൻ്റെ വ്ളോഗുണ്ട്. അതുപോലെ തന്നെ എൻ്റെ മുന്നത്തെ തലേദിവസത്തിൻ്റെ കുറച്ച് നമ്മൾ നോമ്പിൻ്റെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. നോമ്പ് തുറക്കലിൻ്റെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് തലേദിവസമാണ്, പെരുന്നാൾ തലേദിവസം വൈകുന്നേരം. ഞാൻ ഉച്ചയുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും സപ്പോർട്ടാക്കണേ. പിന്നെ ഇപ്പോൾ ഇത് ചിക്കൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് ഞങ്ങൾ ഓരോന്ന് സെപ്പറേറ്റ് ആക്കിയിട്ട്, അതാണ് ബിരിയാണിക്കുള്ളത് വേറെയും, പിന്നെ എന്താ പറയുക, നമുക്ക് ഷവർമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനുള്ളത് മാറ്റി വെച്ചാൽ ഇപ്പോൾ ചിക്കൻ കഴുകിയതൊക്കെ എൻ്റെ മോളാട്ടോ. അപ്പോൾ ഇത് ഇങ്ങനത്തെ ഈ പാർട്സിൻ്റെ ഇതുണ്ടാവില്ല, ഇതൊന്നും അവൾ കഴുകില്ല. അപ്പോൾ അവൾ എനിക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുക. അത് പറക്കി കണ്ടിട്ട് ബാക്കിയെല്ലാം കഴുകി ക്ലീൻ ആക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനാക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്കിത് കുറച്ചും കൂടെ ചിക്കന് ഇത്രയും വേണ്ട കേട്ടോ, കുറച്ച് കൂടുതലുണ്ട്. അപ്പോൾ കുറച്ചുള്ളത് ഞാനവിടെ എടുത്ത് വെച്ചിട്ട് എന്തെങ്കിലും എടുക്കാമല്ലോ എന്ന് കരുതിയിട്ട്. പിന്നെ അധികം ഞങ്ങൾ 4 പേരിലുള്ളൂ. അപ്പോൾ അതേ ബിരിയാണിക്കുള്ള ഞാൻ തലേദിവസം തന്നെ കായൊക്കെ ഇതാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട്, അല്ലെങ്കിൽ രാവിലെ പിന്നെ രാവിലെ എല്ലാം കൂടിയിട്ട് പറ്റില്ല എന്ന്. പിന്നെ എനിക്ക് രാവിലെ തന്നെ ചില ദിവസമായിട്ട് കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെയുള്ളതൊക്കെ തലേദിവസം ആക്കി വെച്ച്, പിന്നെ ഷവർമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ എല്ലില്ലാത്ത കുറച്ച് ഇറച്ചി ഇങ്ങനെ സ്ലൈസ് ചെയ്തെടുക്കുക, അതുപോലെ ഇങ്ങനെ നീളത്തിനാക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഗരം മസാലയും കുരുമുളക് പൊടിയും പിന്നെ ഞാനൊരു മസാല പൗഡർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും പിന്നെ പാകത്തിന് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് കുറച്ച് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഇത് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന എളുപ്പത്തിലുള്ള നല്ലൊരു റെസിപ്പിയാണ്. ഞാൻ നല്ല ഷോർട്ട് വീഡിയോ ഇടാം. സാധാരണ മസാലയൊക്കെ ഇട്ടിട്ട് പിന്നെ കുറച്ച് തൈര് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ എല്ലാവർക്കും അറിയുന്ന കാരണം ഞാൻ അത്ര ഡീറ്റെയിൽ ആയിട്ട് പറയാത്ത കേട്ടോ. അപ്പോൾ അങ്ങനെ അത് മിക്സാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഷോർട്ട് വീഡിയോ കൊണ്ട് ഞാൻ ഇത്രയും കറക്റ്റായിട്ട് നല്ല ഇതിലിങ്ങനെ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ജസ്റ്റ് നിങ്ങളത് കാണിച്ചു എന്നുള്ളൂ. അപ്പോൾ അതും ചപ്പാത്തി വെച്ചിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. കാരണം കുബൂസിനോട് ഒരാൾക്കും വലിയ താല്പര്യമില്ല, എനിക്ക് വലിയ ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അതവിടെ ഞാൻ ഇതാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് സോസ് ഇല്ല. അപ്പോൾ ഞാൻ സോസ് വാങ്ങിക്കാൻ മറന്നു സത്യം പറഞ്ഞാൽ. അപ്പോൾ ഇതേ ഒരു 4-5 തക്കാളി എടുത്തിട്ട് അതൊന്ന് മിക്സിയിലടിച്ച് അതിൽ പാകത്തിന് ഉപ്പും കുറച്ച് പഞ്ചസാരയും ഒക്കെ ഇട്ടിട്ടൊന്ന് സോസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്. ഞാൻ മുന്നേയൊക്കെ നോമ്പിന് ഇതുപോലെ തക്കാളിക്ക് വില കുറവുള്ള സമയമൊക്കെ ആണെങ്കിൽ സോസ് അങ്ങനെ മേടിക്കില്ല കേട്ടോ. ചില സമയത്ത് മേടിക്കും. തക്കാളിക്കൊക്കെ വില കുറവാണെങ്കിൽ ഞാൻ സോസ് അങ്ങനെ മേടിക്കില്ല. കാരണം അത്രയും തക്കാളി വാങ്ങിച്ചിട്ട് വീട്ടിൽ സോസ് ഉണ്ടാക്കിയേക്കുള്ളൂ. അപ്പോൾ ഇത് കരാമ്പൂല്ലേ, അതും 2-3 ആവശ്യമുണ്ട്. അപ്പോൾ അത് ഞാൻ പറക്കിയിട്ട് അതും ഇട്ട് കൊടുത്താൽ കേട്ടോ. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാം. പിന്നെ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് 1 മാസമൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഇതായി പോകുന്നില്ല, കേടൊന്നും പോകുന്നില്ല. അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിയിൽ അടിച്ചിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇത് ഉണ്ടാക്കണം, മയോണൈസ് ഉണ്ടാക്കണം. മയോണൈസ് ഉണ്ടാക്കുമ്പോൾ പച്ച കോഴിമുട്ട എണ്ണ ഇല്ലാണ്ട് നമ്മൾ മയോണൈസ് ഉണ്ടാക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കോഴിമുട്ട പുഴുങ്ങിയത് കേട്ടോ. അത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണ്. കാരണം പച്ച കോഴിമുട്ട അല്ല, പിന്നെ ഓയിൽ ആഡ് ആക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഉള്ളൊരു റെസിപ്പി തന്നെയാണ് കേട്ടോ അത്. അപ്പോൾ അതും ഇട്ടിട്ട് അതിൽ തിളപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇത് എൻ്റെ ഗ്യാസിൻ്റെ ഒരു അടുപ്പ് കംപ്ലൈൻ്റ് ആട്ടോ, എന്തോ സ്റ്റക്കായി പോയിട്ട്. കാരണം ഇത് എൻ്റെ വേറൊരു സ്റ്റീലിൻ്റെ പോലത്തൊരു ഗ്യാസ് സ്റ്റൗ ആയിരുന്നു. അപ്പോൾ അത് കുറേ കാലമായിട്ട് ഇപ്പോൾ അത് പാളുന്നൊക്കെ ആയിട്ട് എന്താ പറയുക, സൗണ്ടൊക്കെ ആയിട്ട് ഗ്യാസ് ശരിക്കും ഇതാവണമെന്നില്ല. അപ്പോൾ അത് മാറ്റിയിട്ട് ഉമ്മയുടെ സ്റ്റൗവിൽ ഇരിക്കുന്നത്. അപ്പോൾ അത് എടുത്ത് വെച്ച് നോക്കുമ്പോൾ അത് തീരെ കുറേ ആയിട്ട് യൂസ് ചെയ്യാതെ വെച്ചിട്ട് എല്ലാം സ്റ്റക്കായിപ്പോയി. അപ്പോൾ ഞാനൊരു ദിവസം ഞങ്ങളിങ്ങനെ അഴിച്ച് ഞാനും മുത്തും കൂടെ കുറേ കഷ്ടപ്പെട്ടപ്പോൾ ഒരെണ്ണം തന്നെ വർക്കാവണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒന്നിമ്മ വെച്ചിട്ട് തന്നെ ചെയ്യാന്ന് വെച്ചാൽ ഭയങ്കര റിസ്ക്കാണ്. അപ്പോൾ അത് കഴിഞ്ഞ് അതിങ്ങനെ സോസ് ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതില്ല ഷവർമയ്ക്കുള്ള ചിക്കന് ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മോള് പറഞ്ഞത് ചുവപ്പ് കളർ വേണം എന്നാണ്. ഞാൻ കളർ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവൾക്ക് വേണമെന്ന് പറഞ്ഞ കാരണം പിന്നെ ഞാൻ കുറച്ചും കൂടി മിക്സ് ആക്കിയത്. അപ്പോൾ അതാണ് ചട്ടിയിലിട്ടിട്ട് ഇതാക്കിയത് കേട്ടോ. കാരണം കളറൊന്നും അങ്ങനെ ആഡ് ചെയ്യാത്തതല്ല നല്ലത് എന്ന് വിചാരിച്ചിട്ട് ഞാൻ. പിന്നെ നോമ്പുണ്ടായിരുന്നില്ല, മുത്തുവിനാണ് നോമ്പുള്ളൂ, എങ്കിലും കൂടിയിട്ട് എന്തെങ്കിലും ഇതാക്കണ്ടേ. അപ്പോൾ ഞാൻ ചേച്ചിന് അധികമൊന്നും ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് ജ്യൂസ് അടിക്കുക, നമുക്ക് ഷവർമ ഉണ്ടാക്കാം. ഇവിടെ വീട്ടിൽ പിന്നെ ഷവർമ കുറേ ഉണ്ടാക്കിയിട്ട്
കുറേ മുന്നേ ഉണ്ടാക്കിയിട്ടില്ല ഞാൻ വീട്ടിലൊക്കെ പോകണ്ട മുന്നേ. അപ്പോൾ ഒന്ന് മക്കളുള്ളതല്ലേ, അപ്പോൾ ഒന്ന് എല്ലാവരും കൂടി എല്ലാം വെച്ചിട്ടൊന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കി കേട്ടോ. എളുപ്പമായിട്ട് നമുക്ക് ഉണ്ടാക്കാം, ഒരുപാട് പണിയും കാര്യങ്ങളൊന്നുമില്ല, ഈസിയാണ്. ഈ ഒരു ചിക്കൻ്റെ ഇത് മാത്രം നമുക്കൊരു ടഫും ഇല്ല, അത്ര ഒരു ചെറിയ കുറച്ചും കൂടി വർക്കായിട്ട് തോന്നുന്നുള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല കേട്ടോ, ഒക്കെ സിമ്പിളാണ്. അപ്പം അങ്ങനെ അത് പൊരിച്ചെടുക്കലൊക്കെ കഴിഞ്ഞിട്ടോ. പിന്നെ ഞാൻ വൈകിട്ട് നോമ്പറക്കാനായിട്ട് ചപ്പാത്തി ഉള്ളതുകൊണ്ട് മുത്തൂര് മാത്രമല്ലേ കടി ഉണ്ടാക്കണ്ടോയെന്ന് കരുതിയിട്ട്, അപ്പോൾ അതിൻ്റെ ബാക്കി ചപ്പാത്തി ഇട്ട് പിന്നെ ചിക്കൻ്റെ കുറച്ച് ഇതിട്ടിട്ട് ഞാൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എനിക്ക് കറിയിലേക്ക് ഞാൻ തൂമിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതിന് ഞാൻ കാണിച്ച് ഇതാണ് പൊരിച്ച എണ്ണ ഉണ്ടല്ലോ, ആ പൊരിച്ച എണ്ണയിൽ ചുവന്നുള്ളിയും അതുപോലെ തന്നെ കറിവേപ്പിലയും ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടാണ്. പിന്നെ നമ്മൾ മാരിനേറ്റ് ചെയ്ത നേരത്തെ മസാലയുടെ ബാക്കി ഉണ്ടെന്നല്ലോ, അപ്പോൾ ആ മസാലയിൽ കൂടെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിലിങ്ങനെ ഒഴിച്ചു കൊടുത്തു. കാരണം നല്ല ടേസ്റ്റുള്ള മസാല ഇട്ട് അപ്പോൾ കളയാൻ തോന്നുന്നില്ല. അപ്പോൾ അതും കൂടി ഇതിലിട്ടിട്ടൊന്ന് മിക്സാക്കിയിട്ട് ഞാൻ ആ കുക്കറിൽ നമ്മളെ ഇറച്ചിക്കറിയുടെ ഇതിൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ കുറച്ച് മല്ലിയില ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. മറ്റേ മസാല ഞാൻ ഈ ഇതിൻ്റെയൊക്കെ മന്തിര മസാല പോലത്തെ ഒരു മസാല ഞാൻ ഉണ്ടാക്കി വെക്കാറുണ്ട് ചിക്കൻ ഫ്രൈ ആക്കുമ്പോൾ ഇടാനൊക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ ഉള്ള കാരണം നല്ലൊരു സ്മെല്ലാട്ടോ. അപ്പോൾ അത് കളയണ്ടെന്ന് കരുതി ഞാൻ ഇങ്ങനെ ആക്കിയത്. പിന്നെ നമ്മളിങ്ങനെ തട്ടിക്കൂട്ടൊക്കെ വീട്ടിൽ ഉള്ളവരൊക്കെ അമ്മമാരൊക്കെ ചെയ്യുന്നവർക്കൊക്കെ അറിയാം. എല്ലാവരും അതിങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ കാണിക്കാറില്ല എന്നാവും എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതേ ചിക്കൻ കറിയിൽ അത് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അപ്പോഴേക്കും ഇവിടെ മുത്ത് ജ്യൂസ് അടിക്കുന്നുണ്ട്, കുക്കുംബർ വെച്ച് ജ്യൂസ് അടിക്കുക, ചൂടുണ്ടല്ലോ നല്ല തണുപ്പല്ലേ എന്ന് പറഞ്ഞിട്ട് കുക്കുംബർ വെച്ച് ജ്യൂസ് അടിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ ഇതേ നമ്മളെ ഷവർമ്മക്കുള്ള ചപ്പാത്തി ഇവിടെ ചുട്ടെടുക്കുന്നത് ഹാഫ് കുക്ക് ചപ്പാത്തി കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എളുപ്പമാണല്ലോ, പരത്തം ഇതാക്കൊന്നും വേണ്ടല്ലോ. ഇപ്പോൾ പിന്നെ ഒന്നിനും അല്ല, കുറേ പണി ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ, അങ്ങനത്തെ ഒരവസ്ഥ. അപ്പോൾ ഇങ്ങനെയൊക്കെ തട്ടിമുട്ടി ചെയ്യും. പിന്നെ മുത്തും നല്ല ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഞങ്ങൾ രണ്ടുപേരുണ്ടായിരുന്നല്ലോ, ഇപ്പോഴല്ലേ മോള് വന്നേ. അപ്പോൾ അതൊക്കെ ചൂട്ടിലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ നമ്മൾ പൊരിച്ചെടുത്ത ചിക്കൻ ഇതെങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിങ്ങനെയൊക്കെ സെപ്പറേറ്റ് ആക്കിയിട്ട് ഇങ്ങനെ വയ്ക്കുക. അപ്പോൾ ചപ്പാത്തി എടുത്തിട്ട് അതിൽ മയോണൈസും പിന്നെ കുറച്ച് സോസും പിന്നെ കുറച്ച് ചിക്കൻ നമ്മൾ കട്ട് ചെയ്ത ചിക്കൻ ഇങ്ങനെ വെച്ചിട്ട് പിന്നെ അതിലേക്ക് ക്യാബേജും ക്യാരറ്റും കുക്കുംബറും ഇട്ട് കൊടുക്കട്ടെ. കുക്കുംബർ ഇട്ട് കൊടുക്കേണ്ട നിർബന്ധമൊന്നുമില്ല, കാരണം ഇട്ടിട്ട് ഉണ്ടെങ്കിൽ പെട്ടെന്ന് കഴിക്കണം, അല്ലെങ്കിൽ ഇത് വെള്ളമായിട്ട് ഇങ്ങനെ നമ്മൾ കഴിക്കുമ്പോഴൊക്കെ ഇങ്ങനെ വിറ്റ് വരും കേട്ടോ. അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് മാത്രം ഇട്ടാൽ മതി, ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ അതിന് മുകളിൽ കുറച്ച് മയോണൈസും വെച്ചിട്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമുക്ക് എളുപ്പമായിട്ടുള്ള ഇത് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ മുത്ത് പറഞ്ഞത് വേണ്ട, ഞാനത് ഫുള്ളായിട്ട് മിക്സ് ആക്കിയിട്ട് ആക്കട്ടെ എന്നും പറഞ്ഞിട്ട് ഞാൻ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുള്ള വെജീസും അതുപോലെ ചിക്കനും എല്ലാം കൂടിയിട്ട് മിക്സ് ആക്കിയിട്ട് ഞാൻ വേറെ രീതിയിൽ ആക്കിത്തരാൻ സിദ്ധ തന്നെയാണ്. പക്ഷെ അതൊക്കെ കൂടി മിക്സാക്കി സെപ്പറേറ്റ് ആക്കിയില്ല, വേഗം ആവുമല്ലോ എന്ന് പറഞ്ഞു. പിന്നെ ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട്. പിന്നെ വൈകുന്നേരം ഞങ്ങൾക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കി ഡ്രസ്സ് എടുക്കാനൊക്കെ പോകണം, അങ്ങനെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മുത്തൂൻ്റെ വക സ്പെഷ്യലാക്കി ഇട്ടു. അപ്പോൾ ഞാൻ 1-2 ആക്കിയിട്ടുണ്ട്, ബാക്കി ഇത് സെയിം തന്നെയാണ്, അത് ഒക്കെ കൂടെ മിക്സ് ആക്കിയിട്ട് വെക്കുന്നു കേട്ടോ. അപ്പം ഇതിപ്പോൾ എളുപ്പം കഴിഞ്ഞില്ലേ എന്നും പറഞ്ഞിട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ഞാൻ എന്ത് പണി ചെയ്യുമ്പോഴും അവൻ്റെ കൂടെ വരും. അപ്പോൾ ഞാൻ ഇതാക്കി വെച്ചതിലൊക്കെ ഇങ്ങനെ സൈഡിൽ മയോണൈസ് വയ്ക്കാണ്ട് ഇങ്ങനെ ആക്കാത്ത കാരണം ഒട്ടി പിടിക്കായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഒന്ന് റെഡിയാക്കിയിരുന്നു അവിടെ നിന്നിട്ട് കേട്ടോ. അപ്പോൾ എന്നെ കുറ്റം പറയും, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്താൽ എനിക്ക് പറ്റില്ലല്ലോ എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ ആയിട്ട് നല്ല രസമാട്ടോ കിച്ചണിൽ ഞങ്ങളുണ്ടെങ്കിൽ. കുറച്ച് നേരം അടുക്കളൊക്കെ പോയിരുന്നെങ്കിൽ ഭയങ്കര ശൂന്യത. അപ്പോൾ ഇവിടെ നമ്മളെ ഷവർമ്മ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. എളുപ്പത്തിൽ ചപ്പാത്തി വെച്ചിട്ട് ഷവർമ്മ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇതിനും ബാങ്ക് കൊടുത്തിട്ടോ. ബാങ്ക് കൊടുത്തപ്പോൾ ഇത് നോമ്പെടുക്കാനിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇരിക്കുകയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ മുത്തൂന് മാത്രം ഇരുത്തി പെട്ടെന്ന് നോമ്പുള്ള ആൾ വേഗം കഴിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാനും വന്നിരുന്നിട്ട് അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് ക്യാമറ വെച്ചിട്ടിരുന്നാണ്. അപ്പോൾ മോളും ഉണ്ടായിരുന്നു, മോനിലില്ല, പിന്നെ മോന് ഷോപ്പിൽ പോയിരിക്കുകയല്ല. അപ്പോൾ അവനക്കുള്ള ഫുഡും കൂടി കൊണ്ടുപോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം അവൻ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ അവൻ ഇറങ്ങാൻ ലേറ്റാവും, ഒരുപാട് 10 മണി 11 മണിയൊക്കെ അവൻ ഇറങ്ങാനായിട്ട് ഷോപ്പിൽ നിന്ന്. അപ്പോൾ ആ സമയത്ത് വെച്ചിട്ട് ചെന്നാൽ എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ മുന്നേ ഞങ്ങൾക്കൊരു 8 മണിക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ വേഗം പണി ഞങ്ങൾക്ക് വാങ്ങിക്കാനുള്ള സാധനങ്ങളുണ്ട്. പിന്നെ മുത്തിന് മുടി വെട്ടണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഷർട്ട് എടുക്കുക. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് കഴിയാലോ അവൻ ഇറങ്ങുമ്പോഴേക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ വേഗം പോകാൻ വേണ്ടി നിന്ന് കേട്ടോ.
അപ്പോഴത്തേക്കും ഞങ്ങളെല്ലാവരും അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ച് ഷവർമ്മ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഞാനത് വേഗം കഴിച്ച് എണീറ്റിട്ട് മോനക്ക് ഉള്ളതും കൂടെ ഒന്ന് പാക്ക് ചെയ്ത് വെക്കട്ടെ. അപ്പോൾ അവനക്കുള്ള ജ്യൂസും ഷവർമ്മയും കൂടെ പാക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ വേഗം എന്നിട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞ് റെഡിയായിട്ട് വേഗം പോയിട്ട് അപ്പത്തിന് 8-8:15 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ ഷോപ്പിലെത്തി, മോൻ്റെ ഷോപ്പിലെത്തിയിട്ട് അപ്പോൾ മോൾക്ക് ബാഗ് വാങ്ങണമെന്നുണ്ടായിരുന്നു. കുറേ ദിവസമായിട്ട് ബാഗ് മേടിക്കണമെന്നുണ്ട്. അപ്പോൾ ആ ബാഗൊക്കെ മേടിച്ചിട്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ 2 മണിയൊക്കെ ആയിട്ടാണ്. അപ്പോൾ പിന്നെ വീടിന് എടുത്തില്ല, ഒരുപാട് ഉറക്കത്തിൻ്റെ ക്ഷീണമൊക്കെ ആയിട്ട്. ഇത് പിന്നെ ഇതിൻ്റെ അന്ന് രാവിലത്തെ വിശേഷം കേട്ടോ. മോന് തുണി അങ്ങനെ എടുക്കാറൊന്നുമില്ല, ആദ്യത്തെ എപ്പോഴും പാൻറ്റിലിടാറ്. അപ്പോൾ തുണി എടുത്തപ്പോൾ അവനക്കത് എടുക്കാനറിയില്ല എന്ന് പറഞ്ഞപ്പോൾ മുത്ത് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എനിക്ക് തീരെ അറിയില്ല, നിസ്കരിക്കുമ്പോൾ തുണി എടുക്കുമ്പോൾ എന്നല്ലാണ്ട് ഇങ്ങനെ തുണി എടുത്തൊന്നും നടക്കാറൊന്നുമില്ല. അപ്പോൾ ഇപ്രാവശ്യം എന്തോ എനിക്ക് ഭയങ്കരമായിട്ട് തുണി എടുക്കണം എന്നുള്ളൊരു ഇതിൽ പോയിട്ട് ആവേശത്തിൽ എടുത്താണ് കേട്ടോ. അപ്പോൾ അങ്ങനെ രാവിലെ 2 പേരും കൂടെ പള്ളിയിൽ പോകാൻ റെഡിയാവുകയാണ്. അപ്പോൾ അതിൻ്റെ തിരക്കൊക്കെ കേട്ടോ. എനിക്കാണെങ്കിൽ കിച്ചണിൽ ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടി, ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തിരക്കൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ ബിരിയാണി എടുക്കുന്ന വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. കാരണം എല്ലാവരും സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നത് തന്നെ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ ഞാൻ വരുമ്പോൾ പള്ളിയിൽ പോകുന്നതിൻ്റെ വീഡിയോ അങ്ങനെ എടുത്താണ് കേട്ടോ. അങ്ങനെ മോന് മുത്ത് ഇറങ്ങിയിട്ടുണ്ട്, മോനെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അവന് എന്തൊക്കെ ഫോണും ഇതൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഫോണൊക്കെ എടുത്തിട്ട് പോവാട്ടോ. അങ്ങനെ ഇത് പിന്നെ തിരിച്ച് വന്നിട്ടുള്ള വീഡിയോ കേട്ടോ. തിരിച്ച് വന്നത് ഞാൻ കിച്ചണിലായ കാരണം പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ അവർ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഇരുന്ന് പിന്നെ എൻ്റെയൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞതിനും ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ടാണ്. ഫുഡ് കഴിക്കുന്ന മുന്നേ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടെ പുറത്തിറങ്ങിയതാണ്. അപ്പോൾ അത് അവന് വീണ്ടും തുണി എടുത്ത് കൊടുക്കുക തന്നെയാണ് കേട്ടോ. തുണി എടുത്തിട്ട് വേണ്ട ഫോട്ടോ എടുക്കാനായിട്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മോളെ ഫോട്ടോ ഒക്കെ ഞാൻ അവിടെ എടുത്ത് കൊടുക്കുന്നുണ്ട് പുറത്ത് വന്നിട്ട്. അപ്പോൾ എന്നോട് കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട് മക്കളെ കാണിക്കല് മോനെ എവിടെയെന്ന്. അപ്പോൾ അവന് ഭയങ്കര മടിയാണ് വീഡിയോയിലൊക്കെ നിൽക്കുക. അപ്പോൾ ഞാൻ പിടിച്ചിട്ട് പറയട്ടെ മോനെല്ലാവരും ചോദിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അവന് ഞാൻ പിടിച്ചിട്ട് എടുത്താണ് കേട്ടോ വീഡിയോ. പിന്നെ ഇവർ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സ്റ്റെപ്പുമ്പോൾ ഇരുന്നിട്ട് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇതൊക്കെ സെറ്റ് ചെയ്യുക, 2 പേരും കൂടിയിട്ട് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ നോക്കാനായിട്ടൊക്കെ അവിടെയും സെറ്റ് ചെയ്യുക. അപ്പോൾ ഞാനും എൻ്റെ മോളെ ഇങ്ങനെ സ്റ്റെപ്പുമ്പോൾ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവർ 2 പേരും അതിൻ്റെ എല്ലാ ഇത് നോക്കിയിട്ട് അവിടെ അങ്ങനെ നിൽക്കണം. സെൽഫി സ്റ്റിക്ക് വെച്ചിട്ട് നമുക്ക് ബ്ലൂടൂത്ത് വെച്ചിട്ട് എടുക്കാമല്ലോ. അല്ലെങ്കിൽ പിന്നെ വേറെ ആരും എടുത്തരാൻ വേണ്ട, അവിടെ ആളില്ലല്ലോ, ഞങ്ങൾ 4 പേരിലുള്ളൂ. അപ്പോൾ അതൊക്കെ അവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറേ ഫുഡ് ഉണ്ടാക്കണേ അല്ലെങ്കിൽ ഞങ്ങൾ ഓൺ വോയിസ് അങ്ങനെ ഇതായിട്ട് വീഡിയോ കൊടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ എനിക്ക് ചായയുടെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഭയങ്കരമായിട്ടും തളർച്ചയൊക്കെ ആയ കാരണം അവിടെ തട്ടി മുട്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ 2 പേരും കൂടി കിച്ചണിൽ നിന്നിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നത്. ഒരുമാതിരി പരവേശമായിരുന്നു എനിക്ക്. അപ്പോൾ അങ്ങനെ ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതേവരെ കുറേ ഓരോ ആംഗിളിൽ നിന്നിട്ട് ഇവർ ഫോട്ടോ എടുക്കാനും ചിലത് വെയിലിൻ്റെ ഇത് കാരണം അത്ര ക്ലിയറായിട്ട് കിട്ടില്ല, ഇരുട്ടായിരിക്കും അങ്ങനെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേയൊക്കെ ആ വഴി കൂടെ ഒക്കെ പോയിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് ഞാൻ ഫോട്ടോസൊക്കെ അതിൽ അപ്ലോഡ് ചെയ്യാവേ. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ചോറ് ഇതാക്കട്ടെ. അപ്പോൾ ദമ്മിടാൻ വേണ്ടിയിട്ട് ദമ്മ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഇതാക്കിയിരിക്കുന്നുണ്ട്. അതൊക്കെ വിളമ്പി കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനവിടെ തന്നെ ഇരിക്കുക നിൽക്കുക. പുറത്ത് കൊണ്ടിട്ട് വെയിൽ കൊണ്ടിട്ട് അപ്പോഴേ ഭയങ്കര ക്ഷീണമായി. അപ്പോൾ ഇവർ മക്കൾ 2 പേരും മുത്തും കൂടിയിട്ടാണ് ഫുഡൊക്കെ കൊടുന്ന് വെച്ച് എല്ലാം റെഡിയാക്കിയത്. അപ്പോൾ എന്നെ വിളിച്ചേട്ടാ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് വന്നിരുന്നു. കാരണം ഭയങ്കരമായിട്ട് ക്ഷീണം വരുന്നുണ്ട്. പ്രത്യേകിച്ച് വെയിലായതുകൊണ്ടാണ് തോന്നുന്നുണ്ട് എനിക്കിപ്പോൾ 2 ദിവസമായിട്ട് നല്ല ക്ഷീണം വന്നിക്കണം. അത്രയൊന്നും ഉണ്ടായിരുന്നില്ല. മഴ പെയ്തപ്പോൾ ഒന്ന് നല്ലൊരു ഇതായിരുന്നു, വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിവിടെ ചോറ് വിളമ്പുണ്ടെങ്കിലും ഓരോരുത്തർ വീഡിയോ എടുക്കുന്ന തിരക്കില്ല. മോൾക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവനായിട്ട് എന്തൊക്കെയോ പറയുക കേട്ടോ. ഇത് ചിക്കൻ്റെ മുകളിലത്തെ റൈസ് മാറ്റിയത് അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ അവന് ദേഷ്യം പിടിക്കില്ല. അവനാണ് TV നോക്കിയിട്ട് അതിലത്തെ ഓരോന്ന് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനതൊക്കെ റെഡിയാക്കി കൊടുത്തോട്ടാ. അപ്പോൾ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, രാത്രിയാണ് ഇട്ടത്. കാരണം എല്ലാം കൂടി ഇട്ട് എൻ്റെ ഫോണിൽ സ്പേസും ഇല്ല. പിന്നെ അത്രയും ലെങ്ത്ത് കൂടുതൽ വെച്ചിട്ട് രാത്രി കുറച്ച് തലേദിവസത്തെ വിശേഷങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യാം.
എല്ലാ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും സജഷൻ എന്തൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ലൈക്കും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീണ്ടും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ.